ഒരിക്കൽ ഒരിടത്ത് സത്യത്തിന് പണിയൊന്നുമില്ലാതെയായി. അവൾക്ക് കഴിക്കാൻ കുറച്ച് റൊട്ടി വാങ്ങാൻ പോലും ആവശ്യത്തിന് പണം ഇല്ലാതാവുകയും 3 ദിവസമായി അവൾ പട്ടിണിയാവുകയും ചെയ്തു. കഴിക്കാനായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു. പക്ഷേ പ്രയോജനമൊന്നുമുണ്ടായില്ല. പാവം അവൾ ഉറക്കെ നിലവിളിച്ചു, എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ആരും ഭക്ഷണം നൽകുന്നില്ലെങ്കിൽ ഞാൻ വിശന്ന് മരിച്ചുപോകും. അസത്യം അവൾ പറഞ്ഞത് കേട്ടിട്ട് അവളുടെ മുൻപിലേക്ക് ചെന്നു. എന്താണ് കാര്യം? എൻ്റെ പൊന്നെ, എന്തിനെക്കുറിച്ചാണ് നീ വിലപിക്കുന്നത്? അസത്യം അവളോട് ചോദിച്ചു. എങ്ങനെ ഞാൻ ആവലാതിപ്പെടാതിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇപ്പോൾ 3 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഈ നിലയ്ക്ക് എങ്ങനെ എനിക്ക് പരാതിപ്പെടാതെ ഇരിക്കാൻ കഴിയും? അല്പം വെള്ളം കൊണ്ട് ഞാൻ അതിജീവിച്ചു വരികയാണ്. സത്യം മറുപടി പറഞ്ഞു. ദൈവമേ, ഇനി നിരാശപ്പെടേണ്ട കാര്യം ഇല്ല. എൻ്റെ കൂടെ വരൂ. ഞാൻ നിനക്ക് ഒരു സദ്യ തന്നെ നൽകാം. അസത്യം വാഗ്ദാനം ചെയ്തു. നിങ്ങൾക്ക് നന്ദി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി. ഇപ്പോൾ എൻ്റെ കഷ്ടപ്പാടിൽ നിങ്ങൾ എനിക്ക് ഈ നന്മ ചെയ്യുകയാണ് എങ്കിൽ അതിന് ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കുവാൻ ഇടവരികയില്ല. സത്യം നന്ദിയോടുകൂടി ആണയിട്ട് പറഞ്ഞു. പാവം സത്യം അവളുടെ തളർന്നുകൊണ്ടിരിക്കുന്ന ഉന്മേഷം വീണ്ടെടുക്കുന്നതിന് അസത്യത്തിന് പിറകെ പുറപ്പെട്ടു. അവർ നടന്ന് ഒരു സത്രത്തിലേക്ക് കടന്നു. സത്യം അസത്യത്തെ അനുഗമിച്ചു. ആ മാന്യമായ സ്ഥാപനത്തിൽ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. അസത്യം ഉടമസ്ഥനെ വിളിച്ച് എല്ലാ തരത്തിലും ഉള്ള വിഭവങ്ങളും ഏറ്റവും നല്ല ഗുണമേന്മയുള്ള റൊട്ടിയും കൊണ്ടുവരാനായി ആജ്ഞാപിച്ചു. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അസത്യം സത്യത്തിനെ അവളുടെ ഹൃദയാഭിലാഷത്തിനനുസരിച്ച് കഴിക്കാനും കുടിക്കാനുമായി ക്ഷണിച്ചു. ഭക്ഷണത്തിനു ശേഷം കണക്ക് തീർക്കാൻ അസത്യം ഉടമസ്ഥനെ വിളിച്ചു. അദ്ദേഹം തുക കൃത്യമായി 20 ഗ്രോഷ് എന്ന് കണക്കുകൂട്ടി. അതെ, അത് കൊള്ളാം, അസത്യം ഉത്തരം പറഞ്ഞു. ശരി, നിങ്ങൾ എന്നിൽ നിന്നും 20 ഗ്രോഷ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ ആദ്യം എത്തിയപ്പോൾ മുൻകൂർ പ്രതിഫലമായി ഞാൻ നിങ്ങൾക്ക് 60 ഗ്രോഷ് തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് 40 ഗ്രോഷ് ചില്ലറ തന്നാൽ കണക്ക് തീരും. ഞങ്ങൾക്ക് പണം വാങ്ങി പോവുകയും ചെയ്യാം. ഏത് 60-നെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഉടമസ്ഥൻ അതിശയപ്പെട്ടു. ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സത്യം കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അവൾ പെട്ടെന്ന് ഓടി കതകിനു പുറകിൽ ഒളിച്ചു. അവളുടെ സുഹൃത്ത് അസത്യം കെട്ടിച്ചമയ്ക്കുന്ന കള്ളങ്ങൾ കാരണം അവൾ ഭയങ്കരമായി അന്ധാളിച്ചു. അസത്യവും സത്രം സൂക്ഷിപ്പുകാരനും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചു. കഷ്ടം, ആ മനുഷ്യൻ അവളുടെ അച്ഛനെ കൊലപ്പെടുത്തിയാൽ എന്നതുപോലെ അസത്യം അവളുടെ വായിൽ വന്ന വൃത്തികെട്ട ഭാഷയിൽ അലറി. എന്തിനെക്കുറിച്ചാണ് തർക്കം എന്ന് കാണാൻ അതുവഴി കടന്നുപോയവരെല്ലാം നിന്നു. അത് കേട്ടവരൊക്കെ അസത്യത്തിൻ്റെ ഉച്ചത്തിലുള്ള സംഭാഷണം കൊണ്ട് അസത്യമാണ് ശരിയെന്ന് വിധിച്ചു. അത് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലാതെയോ കൂടുതൽ കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ സത്രമുടമ 40 ഗ്രോഷ് നൽകി. അങ്ങനെ ചെയ്തപ്പോൾ അയാൾ യാചനയോടെ ഉറക്കെ കരഞ്ഞു. ഓ സത്യമേ, സത്യമേ, നീ എവിടെയാണ്? ഇവിടെ കതകിന് പുറകിൽ ഞാനുണ്ട് സഹോദര, സത്യം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ അസത്യത്തിൻ്റെ അതേ മേശയ്ക്കരികിൽ ഞാൻ ഇരുന്ന് എന്തു പറയാനാണ്? സംസർഗം കൊണ്ട് ഞാനും തെറ്റുകാരിയായി. എൻ്റെ പേർ ചെളിയിലൂടെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്നു. സത്യം തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്രീമിതി ത്രിപുരാമനുസ്ഥിരചേതസാ ബഹുധാർച്ചിതാം ഹാദിമന്ത്രമഹാംബുജാതവിരാജമാനസുഹംസികാം ഹേമകുംഭഖനസ്തനാം ചലലോലമൗക്തികഭൂഷണാം ചക്രരാജനിവാസിനീം ത്രിപുരേശ്വരീം
അവലോകയേ. അമ്മേ ഭഗവതി, അവിടുന്ന് ഹ്രീം എന്ന ത്രിപുരാമൂലമന്ത്രം കൊണ്ട് ഏകാഗ്രതയോടുകൂടി ഭക്തന്മാരാൽ അർച്ചിക്കപ്പെടുന്നവളാണ്. ഹ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്രീവിദ്യാമന്ത്രമാകുന്ന മഹത്തായ താമരപ്പൂവിൽ ശോഭിക്കുന്ന അരയന്നപ്പിടയാണ് അവിടുന്ന്. സ്വർണകുംഭങ്ങൾ പോലെയുള്ള ഇടതിങ്ങിയ സ്തനങ്ങളോടു കൂടിയവളും ആടിക്കൊണ്ടിരിക്കുന്ന നാസാഭൂഷണം അണിഞ്ഞിരിക്കുന്നവളുമായ അമ്മേ ഭഗവതി ദേവി, ഞാൻ അവിടുത്തെ ചക്രരാജനായ ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കാണുന്നു. ആദിപരാശക്തിയായ ജഗദീശ്വരി ഗോവിന്ദന്റെ രൂപത്തോടു കൂടിയവളാണ്. ലളിതാ സഹസ്രനാമത്തിലെ 267 നാമമന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് ഈ അർത്ഥം വരുന്ന ഗോവിന്ദരൂപിണി എന്ന നാമമാണ്. ഗോ എന്ന പദത്തിൻ്റെ ഏതർത്ഥമെടുത്താലും അതെല്ലാം ആയിട്ടുള്ളവൾ ഗോവിന്ദരൂപിണി. പ്രപഞ്ചത്തിൻ്റെ രക്ഷ വിഷ്ണുവിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ജഗത്തിൻ്റെ സംരക്ഷകനായ വിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടിയവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. ഭൂമി എന്നും ഗോ എന്ന ശബ്ദത്തിന് അർത്ഥം വരുന്നു. അതുകൊണ്ട് ഭൂമിയെ രക്ഷിച്ച മഹാവിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടിയവൾ എന്നർത്ഥം വരും. വാക്ക് എന്ന അർത്ഥത്തിൽ നോക്കിയാൽ വേദമാർഗത്തിലൂടെ പ്രാപിക്കുവാൻ കഴിയുന്നവൾ എന്നാവും അർത്ഥം. ഗോ എന്നാൽ വാക്ക്. വേദങ്ങളെ മുഴുവൻ അറിയുന്നവനാണ് ഭഗവാൻ. വേദമാർഗത്തിൽ ഭഗവാനെ അറിയാം എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു. അമ്മയുടെ പ്രസാദം കൊണ്ടാണല്ലോ പാണ്ഡിത്യമുണ്ടാകുന്നത്. ബൃഹസ്പതി വിഷ്ണുവിൻ്റെ അംശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗോവിന്ദൻ എന്നു പേരുണ്ട്. വിശ്വപ്രകാശം എന്ന ഗ്രന്ഥത്തിൽ വാസുദേവൻ, ഇടയൻ, ബൃഹസ്പതി എന്നെല്ലാം ഈ പദത്തിന് അർത്ഥം കാണുന്നു. ഗോവിന്ദന്റെ രൂപത്തോടു കൂടിയവൾ എന്നും അർത്ഥമുണ്ട്. ഉമ എന്ന ദേവിയാണ് പ്രകൃതിയുടെ ആദ്യത്തെ രൂപം. രണ്ടാമത്തേത് മഹാവിഷ്ണുവായി അവതരിച്ച സർവവ്യാപിയായ ജഗത്തിൻ്റെ രക്ഷകൻ ശ്രീ മഹാവിഷ്ണു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ജലത്തിൽ താണുപോകുവാൻ ആരംഭിച്ചപ്പോൾ ഭൂമിയെ വിഷ്ണു വീണ്ടെടുത്തു. ഭൂമിയെ ഒളിപ്പിച്ചു വച്ചപ്പോൾ വരാഹ അവതാരത്തിലൂടെ ഭൂമിയെ വീണ്ടെടുക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ ഗോ എന്ന ഭൂമിയെ രക്ഷിച്ചുകൊണ്ട് വിഷ്ണു ഗോവിന്ദനായി. ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിന് നന്ദഗോപർ നടത്തുവാൻ ആരംഭിച്ച യാഗം ശ്രീകൃഷ്ണൻ മുടക്കി. അഹങ്കാരം കൊണ്ട് ഗോപന്മാരുടെ സമ്പത്തുകളെല്ലാം നശിപ്പിക്കുന്നതിനായി പ്രളയമേഘങ്ങളോട് അതിഭയങ്കരമായ പേമാരി ചൊരിയാൻ ആജ്ഞാപിച്ചു. ഉഗ്രമായ മഹാപ്രളയത്തിൽ നിന്നും ഗോക്കളെയും ഗോപന്മാരെയും രക്ഷിക്കുന്നതിന് ഗോവർദ്ധന പർവ്വതത്തെ ശ്രീകൃഷ്ണൻ ഒരു കൈകൊണ്ട് ഉയർത്തി നിർത്തി. 7 ദിവസം രാപ്പകൽ ഇടവിടാതെ പെയ്ത അതിവർഷത്തിൽ നിന്നും കൃഷ്ണൻ വൃന്ദാവനത്തെ രക്ഷിച്ചു. ഈ മഹത്തായ കർമ്മം കണ്ട് അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്ത ഇന്ദ്രൻ കാമധേനുവുമായി വന്ന് ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തു. ഗോവിന്ദൻ എന്ന് ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. ഓം ഗോവിന്ദരൂപിണ്യൈ നമഃ. ഓം ഓം ഹ്രീം ഗോവിന്ദരൂപിണ്യൈ നമഃ. ഗോവിന്ദരൂപിണി എന്ന ഈ നാമമന്ത്രത്തിലൂടെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് അമ്മ കാവലായിട്ടുണ്ടാകും എന്ന വാഗ്ദാനമാണ് വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത്. ഉഗ്രമായ വിപത്തുകളിൽ നിന്നും കൃഷ്ണൻ വൃന്ദാവനത്തിലെ ഗോപന്മാരെ രക്ഷിച്ചതുപോലെ അമ്മ തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ഭക്തിപൂർവം ഈ നാമമന്ത്രം ജപിക്കുന്നവർക്ക് ഒരു തരത്തിലുമുള്ള ആപത്തും ഉണ്ടാവുകയില്ല. ജ്യോതിഷ വിധിപ്രകാരം എന്ന പേരിൽ വലിയ പൂജകളും മറ്റും നടത്താൻ കടം വാങ്ങി കുത്തുപാളയെടുക്കുന്ന ധാരാളം പേരുണ്ട്. ആദിപരാശക്തിയായ മഹാദേവിയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ഈ യമണ്ടൻ പൂജകളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. സംശയവും വിശ്വാസമില്ലായ്മയുമാണ് ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള വലിയ കടക്കണിയിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കുമൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. പ്രശ്നം ഉണ്ട് എന്ന തോന്നലാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് പ്രശ്നം ഇല്ലാത്തിടത്തു പോലും പ്രശ്നമുണ്ടാക്കാൻ കഴിവുള്ള വിരുദ്ധന്മാർ
പ്രശ്നം വെച്ച് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങളുടെ നടുക്കടലിൽ താഴ്ത്തിക്കളയും. എന്നാലും പ്രശ്നം തീരില്ല. പ്രശ്നം എപ്പോഴും ബാക്കിയായി തുടരുക തന്നെ ചെയ്യും. ഒരു പ്രശ്നക്കാരനിൽ നിന്നും മറ്റു പ്രശ്നക്കാരനിലേക്കും അവിടെ നിന്ന് വിവിധ മഹാപൂജകളിലേക്കും മന്ത്രവാദങ്ങളിലേക്കും ഒക്കെ പോയി അപകടത്തിൽപ്പെടുന്ന നിരവധി സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കേണ്ടതിന് പകരം വലിയ തൂമ്പ കൊണ്ട് തോണ്ടിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് സാമാന്യമായി പറയാം. സംഹാരിണി എന്നതാണ് അടുത്ത നാമമന്ത്രം. പരാശക്തിയായ ഭഗവതി രജോ ഗുണം സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അതിൻ്റെ നിലനിൽക്കുന്നതിനുള്ള കാലം പൂർത്തിയാകുമ്പോൾ തമോ ഗുണം സ്വീകരിച്ചുകൊണ്ട് രുദ്രരൂപത്തിൽ പ്രപഞ്ചത്തെ സംഹരിക്കുകയും ചെയ്യുന്നു. ഈശ്വരനിൽ ഈ സമയത്ത് തമോ ഗുണമാണ് കൂടുതലായി ഉണ്ടാവുക. സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കേണ്ടത് തന്നിൽ തന്നെ ലയിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചം ഉണ്ടാകുന്നത് അമ്മയിൽ തന്നെയാണ്, നിലനിൽക്കുന്നത് ലയിച്ചു ചേരുന്നതും അമ്മയിൽ തന്നെ. ഓം സംഹാരിണ്യൈ നമഃ. ഓം ഓം ഹ്രീം സംഹാരിണ്യൈ നമഃ. ഹ്രീം എന്ന് ചേർത്തുകൊണ്ടുള്ള മന്ത്രം ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ജപിക്കുന്നതാണ് നല്ലത്. ശത്രുദോഷവും ആഭിചാരദോഷവും മാറാൻ ഹ്രീം എന്ന ബീജമന്ത്രം ചേർക്കാതെ ജപിക്കാവുന്നതാണ്. ശത്രുവായി ഒരു വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ വ്യക്തിയെ നശിപ്പിക്കുന്നതിന്, മാരണക്രിയ ചെയ്യുന്നതിന് ഹ്രീം എന്ന ബീജാക്ഷരം ചേർത്ത് ഈ മന്ത്രം ഉപയോഗിക്കാം. അതുകൊണ്ട് ബീജമന്ത്രം ചേർത്തുള്ള മന്ത്രോപാസന ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടി ശുദ്ധമായും സൂക്ഷിച്ചും മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിലവിളക്കിനു മുന്നിലോ ശ്രീചക്രത്തിനു മുന്നിലോ ഈ മന്ത്രം ജപിക്കാം. ശത്രു സംഹാരത്തിന് ആത്മാർത്ഥമായിട്ടുള്ള ഈ ജപം ഒന്ന് മാത്രം മതിയാകും. രുദ്രന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് വാഗ്ദേവതകൾ രുദ്രരൂപ എന്ന് 269 മന്ത്രമായി ലളിതാ സഹസ്രനാമത്തിൽ ചേർത്തിരിക്കുന്നത്. രുക്ക് എന്ന പദത്തിന് ദുഃഖം എന്നാണ് അർത്ഥം. അതുകൊണ്ട് രുക്കിനെ, അതായത് ദുഃഖത്തെ ദ്രവിപ്പിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ രുദ്രൻ. രുജം ദ്രാവയതേ തസ്മാത് രുദ്ര പശുപതി സ്മൃത. ദുഃഖത്തെ നിർമാർജനം ചെയ്യുന്നതുകൊണ്ട് പശുപതിയെ രുദ്രൻ എന്ന് പറയുന്നു എന്നാണ് ശിവരഹസ്യത്തിൽ കാണുന്നത്. ബ്രഹ്മദേവന്റെ നെറ്റിത്തടത്തിൽ നിന്നും സ്വയം ദൃശ്യനായ ജഗത്തിൻ്റെ പ്രഭു പിതാവിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ഉച്ചത്തിൽ കരഞ്ഞു എന്ന് മഹാഭാരതത്തിൽ പറയുന്നു. തുഷ്ട്യർത്ഥേ ബ്രഹ്മണ പുത്രോ ലലാടാദുത്ഥിത സ്വയം അരുദത് സുസ്വരം ഘോരം ജഗത പ്രഭുരവ്യയ. രുദ്രനെ കരയുന്നവൻ എന്ന് പറയാനുള്ള കാരണം കൽപ്പാന്തകാലത്തിൽ സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന ഉഗ്രമായ പേമാരിയെ രുദ്രാശ്രു എന്ന് പറയുന്നതുകൊണ്ടാണ്. ശ്രീ മഹാദേവന്റെ തൃക്കണ്ണുകൾ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയാണല്ലോ. സർവവും സംഹരിക്കുന്ന ഉഗ്രമായ പേമാരിയാണ് പ്രളയമേഘങ്ങൾ ചൊരിയുന്നത്. പരമശിവന്റെ സൂര്യനാകുന്ന കണ്ണാണ് ഇത് സൃഷ്ടിക്കുന്നത്. അങ്ങനെയല്ലാതെ ഒരു വ്യക്തിയുടെ രോദനമായിട്ടുള്ള കരച്ചിലല്ല എന്ന് അർത്ഥം. ഛാന്തോഗ്യോപനിഷത്തിൽ പ്രാണങ്ങളെ രുദ്രന്മാരായി പറഞ്ഞിട്ടുണ്ട്. പ്രാണാവാവ രുദ്രാഹ ഏതേഹേദം സർവം രോദയന്തി. പ്രാണാവാവ പ്രാണങ്ങൾ തന്നെയാക്കുന്നു. രുദ്ര രുദ്രന്മാർ. ഹി എന്തെന്നാൽ ഇതം സർവം ഇവിടെയുള്ള സകലതിനെയും രോദയന്തി കരയിപ്പിക്കുന്നു. രുദ്രന്മാർ പ്രാണങ്ങൾ തന്നെയാണ്. കാരണം ഇവർ ഇവിടെയുള്ള സകലതിനെയും കരയിപ്പിക്കുന്നു. ഓം രുദ്രരൂപായൈ നമഃ. ഓം ഓം ഹ്രീം രുദ്രരൂപായൈ നമഃ. ഈ മന്ത്രം ജപിച്ചാൽ ലളിതാ പരമേശ്വരീ ദേവിയെ പ്രാർത്ഥിക്കുന്നവരെ അമ്മ കരയാൻ അനുവദിക്കില്ല. ആദ്യപരാശക്തിയുടെ അംശമായി
ആലിലയിൽ ചോരക്കുഞ്ഞായി പിറന്നു വീണ മഹാവിഷ്ണുവിനെ ലളിതാ പരമേശ്വരി ദേവി വാത്സല്യത്തോടുകൂടി അറിവിൻ്റെ അമൃത് പകർന്നു നൽകി സമസ്ത ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് പ്രപഞ്ച രക്ഷകർത്താവായി നിയമിച്ചു. അതുപോലെ അമ്മ തൻ്റെ ഭക്തരെ സംരക്ഷിച്ചുകൊണ്ട് സമസ്ത സൗഭാഗ്യങ്ങളും അവർക്ക് നൽകുന്നു. ദേശകാലഭേദമൊന്നും നോക്കാതെ ഈ മന്ത്രം ഭക്തിയോടുകൂടി ജപിക്കാവുന്നതാണ്. ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.